ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അമ്പലങ്ങളിൽ നിന്ന് അങ്ങനെ പോകാറില്ലായിരുന്നു. ഒന്നും പനിയൊക്കെ ആയതുകൊണ്ട് രാവിലെ അങ്ങനെ പോകാൻ പറ്റത്തില്ല, മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ലേ. അത് കാരണം കൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു അങ്ങനെ അമ്പലത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ വെണ്ണൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ അമ്പലങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു മാസമായാലും ഉള്ളുവെങ്കിൽ നമുക്ക് ഇവിടുത്തെ അമ്പലങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ ചായ കുടിക്കാനായിട്ട് പോയ സമയത്ത് ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ ഞാൻ നിന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഷോപ്പാണെങ്കിലും അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. അതായത് കുട ഐറ്റംസ്, തുണി ഐറ്റംസ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, ഇതെല്ലാം അവിടെ ഉണ്ട്. എങ്കിലും എന്നാൽ വലിയ വലിയ ഷോപ്പുകളിനെക്കാട്ടിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് ഞാൻ അവിടുത്തെ അമ്മയോട് ചോദിച്ചു, ഒരു ഉമ്മയാട്ടോ. അപ്പോൾ ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഉമ്മ ഇതുപോലെ ഇവിടെ എവിടെയെങ്കിലും അമ്പലങ്ങളുണ്ട്? എന്ത് പറഞ്ഞു, അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലമെന്ന് പറയുന്നത് പിന്നെ ശക്തിയുള്ളൊരു അമ്പലമാണ് എന്നൊക്കെ ആ ഉമ്മയുടെ വായന നമ്മൾ കേൾക്കട്ടെ. അത് കേൾക്കുമ്പോൾ തന്നെയാണ് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ പല ആൾക്കാരും മതത്തിൻ്റെ പേരിൽ ഇപ്പോഴില്ല കേട്ടോ, എല്ലാം അടി ഉണ്ടാക്കുന്നു. ആ ഒരു സമയം മാറിയിട്ട് എല്ലാവരും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നു. മുസ്ലിംസ് ആയിട്ട് എല്ലാവരും ഐക്യമുണ്ടാണ് എല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ള, അതായത് എല്ലാവരെയും ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു ഈശ്വര വിശ്വാസം, വളരെ ശക്തിയായിട്ട് അത് ഈശ്വര വിശ്വാസം ഉണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മളാരും ഒരു പള്ളിയുടെ ഫ്രണ്ട് ചെന്നാലും നമ്മൾ, അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിന് ഫ്രണ്ട് ചെന്നാൽ നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി കൈ നെഞ്ചത്തോട്ട് വന്നു പോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു അമ്പലം ഞാൻ തേടിക്കൊണ്ട് അമ്പലം പോയി. ആദ്യ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പം റോഡിൽ കൂടെ ഇപ്പം രാവിലെ സമയം ഒരു 6 മണിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കിനും ഒരുവിധപ്പെട്ട കടകളൊക്കെ തുറക്കാനുള്ള പരിപാടികളാണ്. അതുപോലെ തന്നെ ഓഫീസിൽ പോകാനായിട്ട് കൊള്ളും പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ തന്നെ രാവിലെ മുതൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഇവിടുത്തെ രാവിലെ വ്യത്യാസം കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞ കട ഇവിടെയാണ്. അങ്ങനെ മാർക്കറ്റിൽ എത്തുന്നത് കടയാണെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ ചായക്കടയാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ ക്യാരക്ടർ അറിയത്തില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് കാണിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് നമ്മളിത് പോകുന്ന വഴിയാണ്. അപ്പം രാവിലെ നേരം വെളുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എന്ത് പറയുന്നത് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടികൾ പോകുന്നത് വണ്ടികളങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് മുമ്പോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പോകുന്ന വഴിയെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബൈപ്പാസ്, വന്ന ബൈപ്പാസ് അല്ല, എറണാകുളം ബൈപ്പാസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്കൂളാണ്, വെണ്ണൂർ സ്കൂളാണ്. പിന്നെ അങ്ങനെയാണ് വെണ്ണൂർ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ഇതിനെ തന്നെ എന്തൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്തു മനസ്സിലാക്കി. അത് നല്ല കാര്യമാണെങ്കിൽ അത് നമുക്ക് ആരായാലും കൂട്ടി നിൽക്കുന്നുണ്ടാകും. അപ്പം നമ്മളിങ്ങനെ അങ്ങനെ വഴിയെല്ലാം ഇങ്ങനെ 2-3 ദിവസം കൊണ്ടുള്ള മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴക്കുറവുണ്ട്. അപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു
റോഡ് മൊത്തം വെള്ളം കണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെന്ന് പറയുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു പെട്രോൾ പമ്പാണ്. ഇതാണ് നമ്മൾ എണ്ണ അടിക്കാനായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് ഓട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് പറയാമോ? നമ്മുടെ നന്ദേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബൗബൗ എന്ന് പറയും. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേടിയില്ല. ഇതിന് റോഡ് നടുക്ക് വരെയും കേൾക്കുക. മനസ്സിലായി? റോഡ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് നോക്കുന്നത് ഒരു മാർക്കും അതിപ്പോൾ നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളൊക്കെ റോഡ് എവിടെയെങ്കിലും വണ്ടി വരുമ്പോൾ ഹോൺ അടിക്കുമ്പോഴത്തേക്കും അപ്പം നമ്മുടെ പിന്നെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെയാണ് ഇവിടെ അതാണ് വരുന്നുണ്ട്. ഇഷ്ടം പോലെയാണ് വരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് അമ്പലത്തിലെ റെക്കോർഡിങ് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. റെക്കോർഡിങ്ങാണ് കേൾക്കുന്നത്. പിന്നെ പോകുന്ന വഴിയാണ്. അപ്പം നമ്മളിങ്ങനെ പോയി ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് കാണിക്കണം. ഫിഷ് മാർക്കറ്റാണ്. ഇവിടെയാണ് റോഡ് ഫിഷ് മാർക്കറ്റ്. ഈ ഏരിയയിലുള്ള എല്ലാ ഫിഷ് മാർക്കറ്റ് ഇവിടെയാണ് വരുന്നത്. ഓടാനും ചാടാനൊക്കെ ചെറുപ്പന്മാരൊക്കെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു കോൺവെൻ്റാണ്. കാണാൻ പറ്റുമെന്ന് അറിയാനുള്ള ഒരു കോൺവെൻ്റാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീഗാർഡിൻ്റെ ഇതാണ്. നമുക്ക് വണ്ടികൾ വന്നിട്ട് ഫോൺ അടിക്കാതെ ചെയ്യുന്നത് അതാണ്. അതൊക്കെ നമ്മൾ ഒരു ദിവസം ഇറങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് വ്ലോഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിചാരിച്ചൊന്ന് എടുക്കാം എന്ന് വിചാരിച്ചിട്ടെടുക്കാം. അതിന് കുറവ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സജഷൻ വയ്ക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലായിടവും ഇവിടുത്തെ നമ്മൾ വഴി അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് വഴി എന്താണ്, അപ്പോൾ എവിടെയാണ് നമ്മൾ ചെല്ലേണ്ടതെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് അതൊന്നും കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലുള്ള ബോർഡുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് പോകുന്ന വഴി കേട്ടോ. ഇവിടെ മുതൽ അമ്പലത്തിന് മാർക്കറ്റ് വരാം. അപ്പോൾ അമ്പലത്തിന് അപ്പുറം എന്ന് പറയുന്നത് നല്ലൊരു മൈതാനമുണ്ട്. ഭയങ്കര സ്ഥലത്തുള്ള മൈതാനമുണ്ട്. അപ്പോൾ വണ്ടിയിൽ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അമ്പലത്തിൽ മതിലെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് കാണത്തി കേട്ടോ. ഈ ഒരു റോസ് പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങിൽ അതിനപ്പുറത്തായിരുന്നു നമ്മുടെ ആക്ടർ കാവ്യമാധവൻ്റെ ഫാദർ താമസിച്ചിരുന്നത്. അപ്പം നമുക്ക് ആർക്കും അങ്ങോട്ട് പോകാനുള്ള അലവിടൊന്നും ഇല്ലായിരുന്നിട്ട് നമ്മളാരും പോയത്. അങ്ങനെ ഒരു വിഷമമായിട്ടുള്ള സംഭവമായി പോയത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നു. പിന്നെ അടുത്തത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ക്ഷേത്രത്തിലുള്ള വഴിയെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴി തിരിയുന്നു. അപ്പോൾ ഞാൻ ഇതുവഴിയാണ് കേട്ടോ ഓഫീസിലൊക്കെ പോകുന്നത്. വഴിയാണ്. ഇവിടെ അകത്ത് മൊബൈൽ അലവിടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഒരു ആലുണ്ട്, ചുറ്റമ്പലമുണ്ട്. അപ്പോൾ അതിനകത്ത് ചുറ്റമ്പലം എല്ലാം തൊഴുതിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ നോക്കാം.